മറ്റൊരു റിവിഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എഴുതിയിരുന്നത് മറ്റൊരു വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. ഈ വേർഡ് എല്ലാവരും കണ്ടല്ലോ, ഫസ്റ്റ് പ്രിൻസിപ്പിൾ. നമ്മുടെ ഡിഫറൻസിയേഷനിൽ ഒന്ന് രണ്ട് മെത്തേഡ് കൂടി ആയിരിക്കും ഡെറിവേറ്റീവ് ചോദിക്കുന്നത്. ഒന്നാമത്തേത് എന്താണ്, ഡയറക്റ്റ് ആയിട്ട് ഡെറിവേറ്റീവ്, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓർ ഡിഫറൻഷിയേറ്റ് എന്നൊക്കെ ആയിരിക്കും. രണ്ടാമത്തേത് ഫൈൻഡ് ദ ഡെറിവേറ്റീവ് യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഈ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ മെത്തേഡ് കൂടെ തന്നെ ചെയ്തില്ലെങ്കിൽ മാർക്ക് കിട്ടത്തില്ല. അപ്പൊ ഇത് ചെറിയ ചോദ്യമായിരിക്കും, 3x²+1, പക്ഷെ 3 മാർക്ക് ആയിരിക്കും. അപ്പോഴും ഓർത്തണം, 3 മാർക്കിന്റെ ഡെറിവേറ്റീവ്സ് കൊച്ചു ചോദ്യം വന്നാലും ഓർത്തണം ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആയിരിക്കും. ഈ വേർഡ് എന്തായാലും ക്വസ്റ്റിന് കാണും, ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്നുള്ളത്. അതുകൊണ്ട് ഇവനെ മിസ് ചെയ്യരുത്. അപ്പൊ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിന് ഒരു പേര് കൊടുക്കണം, f(x) = 3x²+1. എന്നിട്ട് ഉടനെ f'(x) = ഡെറിവേറ്റീവ്. പക്ഷെ അതിന് മുമ്പായിട്ട് അതിനുള്ളിൽ കൊടുക്കേണ്ട ഒരാളെ നമ്മൾ കണ്ടുപിടിക്കണം, f(x+h). f(x+h) എങ്ങനെ എഴുതി നോക്കിയോ, f(x) 3x²+1 ആണെങ്കിൽ f(x+h) എഴുതുമ്പോ 3 എഴുതിയ ശേഷം ഈ x എന്നുള്ളത് x+h ആക്കണം കേട്ടോ. അപ്പൊ ഈ 3 എഴുതി ഈ x എന്നുള്ളത് x+h ആക്കി, എന്നിട്ട് ആ സ്ക്വയർ അതിന് കൊടുക്കുക, +1 പുറത്ത്. ഇതാണ് f(x+h). അപ്പോൾ f(x) ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നേക്കുന്നതാണ്. f(x+h) നമ്മൾ എഴുതണം, ഈ എക്സിന്റെ പ്ലേസ് x+h ആക്കി മാറ്റണം. എന്നിട്ട് f'(x) ന്റെ ഫോർമുല ലിമിറ്റ് h ടെൻസ് 0 f(x+h) മൈനസ് f(x) ഡിവൈഡഡ് ബൈ h. ഇതാണ് നമ്മുടെ ഫോർമുല f'(x) ന്റെ. ഇത് കാണാതെ പഠിച്ചേക്കണം, ഇത് മാറി എഴുതി കഴിഞ്ഞാൽ ഒരു മാർക്ക് നമുക്ക് ഉറപ്പായിട്ട് കിട്ടും കേട്ടോ. ലിമിറ്റ് h ടെൻസ് 0 f(x+h) മൈനസ് f(x) ബൈ h. ഇനി ഇവിടെ വാല്യൂസ് കൊടുക്കുമ്പോൾ ദാറ്റ് ഈസ് ലിമിറ്റ് h ടെൻസ് 0 f(x+h) ഇത്രയും കൊടുക്കണേ, ദാറ്റ് ഈസ് 3 × x+h + 1. അതൊരു ബ്രാക്കറ്റ് മൈനസ് ഇട്ട ശേഷം f(x) നമ്മുടെ 3x²+1. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് f(x+h), ഇത് f(x) ഡിവൈഡഡ് ബൈ h. ക്ലിയർ ആയല്ലോ? That is equal to limit h turns 0. ഇവിടെ വെച്ച് 3 ഇട്ട ശേഷം നമ്മൾ ബ്രാക്കറ്റിൽ x+h² is in the form of a+b². അപ്പൊ എങ്ങനെയായിരുന്നു, x² ആണല്ലോ, a² 2ab എന്നുള്ളത് 2 × x × h 2xh പ്ലസ് h². ഇതാണ് ഇയാളെ a+b² എക്സ്പാൻഡ് ചെയ്യുമ്പോൾ +1 പുറത്ത് അതേപോലെ ഇട്ടിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പൊ ഇവിടെ തൊട്ട് ഇവിടെ വരെ ഉള്ളതായി മൈനസ് ഈ വേണം ബ്രാക്കറ്റ് ഇവിടെ മൈനസ് കൊടുക്കാം. അപ്പൊ മൈനസ് 2 പേർക്കും വരുമ്പോൾ -3x² മൈനസ് × +1 -1 ഹോൾ ഡിവൈഡഡ് ബൈ h. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ഇത്രയൊന്നും കുഴപ്പമില്ല. ഇനി ഈ 3 കൊണ്ട് ഇത്രയും പേര് നമ്മൾ ഇൻഡ് ചെയ്യണം കേട്ടോ. ഈ 3 പേര് 1 2 3 പേര് ഈ 3 അകത്തോട്ട് ഇൻഡ് ചെയ്യുമ്പോൾ 3 × x², അപ്പോൾ that is equal to limit h tends 0 3x² ഫസ്റ്റ് ടൈം, that is 3x². അടുത്ത 3 × 2xh, 3 × 2 എത്ര, 6 × x 6xh. അടുത്ത 3 × h² 3h² +1 അതേപോലെ എഴുതി, മൈനസ് 2 ടൈംസിനെ അതേപോലെ എഴുതണം, -3x² -1 ഹോൾ ഡിവൈഡഡ് ബൈ h. കുഴപ്പമില്ലല്ലോ? ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയാം, സിംപ്ലിഫൈ ചെയ്താൽ മതി. ഇനി ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് സംഭവിക്കുന്നത് ഒന്ന് നോക്കിക്കേ, എന്തൊക്കെ സംഭവിക്കും. എളുപ്പം ഒന്ന് മനസ്സിലാക്കിക്കേ. ഫസ്റ്റ് ടൈം ആരാമ 3x², അത് ലാസ്റ്റ് ടൈമിൽ നിന്നുകൊണ്ട് ഇവിടെ കിടപ്പുണ്ട് 3x². അപ്പൊ ഇതൊരു പോളിനോമിയൽ അല്ലയോ? പോളിനോമിയൽ ദിവസം വന്നാൽ അത്രയും ടൈംസ് ഇവിടെ വെച്ച് ക്യാൻസൽ ആവും. അത്രയും ടൈംസ് ഇവിടെ 2 ടൈംസ്, ഈ 2 ടൈംസ് ഇവിടെ വെച്ച് ക്യാൻസൽ ആയിരിക്കും. അതാണ് പോളിനോമിയൽ ദിവസം വന്നാൽ. കണ്ടോ, +3x² -3x² +1 -1 കണ്ടോ. അപ്പൊ ഈ 2 ടൈംസ് അവിടെ വെട്ടിപ്പോകും. ഇനി ഇവിടെ ഒരു ഇടയ്ക്കൊരു +3x എന്നൂടെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഇവിടെ വന്നിട്ട് വെട്ടിപ്പോയേനെ കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് 0 ബാക്കിയുള്ള ടൈംസുകൾ 6h + 3h² എന്ന് മാത്രമേ ഉള്ളൂ ബൈ h. ഇതാണ് ബാക്കിയുള്ള ടൈംസ്. കാരണം ഇതൊക്കെ വെട്ടിപ്പോയി കഴിഞ്ഞാൽ 1 2 ബാക്കിയെല്ലാം വെട്ടിപ്പോയി. ദാറ്റ് ഈസ് ലിമിറ്റ് h ടെൻസ് 0 6xh + 3h².
അവിടെ നമുക്ക് എച്ചിനെ കോമൺ എടുക്കാം. എച്ചിനെ കോമൺ എടുക്കാം കേട്ടോ. അപ്പം നോക്കി, ഇവിടെയുണ്ട് എച്ച്, ഇവിടെയുണ്ട് എച്ച്, എച്ച് സ്ക്വയർ ഉണ്ട്. അപ്പൊ ഇവിടെ ഒരെണ്ണം, ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. ഒരു എച്ചിനെ കോമൺ എടുത്താൽ ബാക്കി ഇവിടുന്ന് 6x ഉണ്ട്. 6x എച്ച് പോടാ. അപ്പൊ ബാക്കി എന്തുണ്ട്? 6x. ഇവിടെ 3h² ഒരു എച്ച് പോയിട്ടുള്ളൂ, ബാക്കി ഒരു എച്ച് അവിടെ ഉണ്ട് കേട്ടോ. എച്ച് സ്ക്വയറാ, രണ്ടെണ്ണം ഉണ്ട്, ഒന്ന് പോയാൽ ബാക്കി ഒരെണ്ണം അകത്തുണ്ട്. ഓക്കെ, ബൈ ആരുണ്ട്? എച്ച്. അപ്പൊ എച്ച് വെച്ചും പിന്നെ എന്താ പോയി ക്യാൻസലായി. ബാക്കി ലിമിറ്റ് എച്ച് ടെൻസ് 0, 6x plus 3h എന്ന് കിട്ടി. ഈ 6x plus 3h ഉണ്ടല്ലേ, എച്ച് കാണുന്നിടത്ത് നിങ്ങൾ ധൈര്യമായിട്ട് 0 കൊടുക്കുമ്പോൾ 6x plus 3 into 0 that is 6x എന്ന് മാത്രം കിട്ടും. 3 into 0 0 6x. അപ്പോൾ 3x² plus 1 ഡെറിവേറ്റീവ് ആരാന്ന് ചോദിച്ചാൽ 6x. കഴിഞ്ഞു കേട്ടോ. ഇതിപ്പോ ഡയറക്റ്റ് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും. 3x² plus 1 x² എത്ര? 2x അല്ലേ. ഇപ്പൊ 3 into 2x എത്ര? 6x. അതാണ്. പ്ലസ് 1 എത്രയായി പോയി? 0. അങ്ങനെ ഡയറക്റ്റ് കിട്ടും, പക്ഷെ മാർക്ക് കിട്ടത്തില്ല, ആൻസർ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ ഈ മെത്തേഡ് കൂടെ ചെയ്തെങ്കിലേ നമ്മുടെ ഏതാവത്തുള്ളൂ? ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആവത്തുള്ളൂ. ഇങ്ങനെ ഒരു ക്വസ്റ്റൻ ഉറപ്പായിട്ട് എക്സാമിൽ ഉണ്ടാവും. എപ്പോഴും അത് 3 മാർക്കാണ്. ഇനി ചിലപ്പോൾ 2 മാർക്കായിട്ട് കുറഞ്ഞാലൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കൂട്ടേണ്ട ഒരു അവസ്ഥയാണ്. അവിടെ എന്താ ചെയ്യുന്നത്? മാർഗം കുറയ്ക്കും എന്ന് പറഞ്ഞാൽ നേരത്തെ 4 ഉണ്ടായിരുന്നു, 3 ആവും, 3 എന്നുള്ളത് 2 ആവും, 2 എന്നുള്ളത് 1 ആവും, 1 എന്നുള്ളത് 0 ആകത്തില്ല ഏതായാലും. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ കൂടെ ക്വസ്റ്റ്യന്റെ മാർക്ക് മാറ്റിയിട്ടൊക്കെ ഉണ്ട്. അതൊന്നും നിങ്ങൾക്ക് പ്രശ്നമാണ്, കാരണം കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ എഴുതേണ്ട ഒരു അവസ്ഥയാണ്. പഴയ പോലെ 4 മാർക്ക് ക്വസ്റ്റ്യൻ അത്രയാകുമ്പോൾ അത്രയും തീർന്നില്ല. ഇതിപ്പോ 4 മാർക്കിനെ 3 മാർക്ക് ആക്കുമ്പോൾ അവിടെ ഒരു മാർക്ക് മാറ്റി, ഇങ്ങനെ 2 തരത്തുനിന്ന് ഒരു മാറ്റുമ്പോൾ ക്വസ്റ്റ്യൻ പാർട്ടായിട്ടൊന്ന് കൂട്ടാം. അപ്പൊ അവർക്ക് ക്വസ്റ്റ്യൻസിന് എണ്ണം കൂട്ടും, പക്ഷെ നിങ്ങൾക്കാണ് പണി കിട്ടുന്നത്, സമയം കിട്ടത്തില്ല. അപ്പോൾ നല്ല സ്പീഡ് പഠിച്ചേക്കണം, മിനിമം സ്പീഡിൽ എഴുതാൻ പഠിക്കണം. നല്ല പോലെ പഠിച്ചെങ്കിൽ മാത്രമേ സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.